എന്താന്നറിയില്ല, ഭയങ്കര തലവേദന. തലവേദന? ഓ, വെയിലുണ്ടോ? വെയിലുണ്ടോന്നില്ല, പണിക്കൊന്നും പോണില്ലല്ലോ. എന്നാ പിന്നെ ഞാൻ പോയി ബാം എടുത്തിട്ട് വരാം. ബാമൊന്നും മാടാന്ന്, അതുകൊണ്ട് കാര്യമില്ല. പിന്നെ എന്നാ പിന്നെ നമുക്ക് പോയി ഡോക്ടറെ കാണാം. ഇങ്ങനെ തലവേദന ഒന്നും വെച്ചോണ്ടിരിക്കാൻ പാടില്ല കേട്ടോ. ഇടി മല്ലിക, ഇത് ഡോക്ടറെ കാണേണ്ട അസുഖമല്ല, ഇത് മനസ്സിനാണ്. എന്നാ പിന്നെ നമുക്ക് പോയി സൈക്കാട്രിസ്റ്റിനെ കാണാം. സൈക്കാട്രിസ്റ്റ് മനസ്സിന് അസുഖമുള്ളവരൊക്കെ ആ ഡോക്ടറെ പോയി കാണുന്നത്. മനസ്സിന് അസുഖം നിന്റെ അച്ഛന്. എന്റെ അച്ഛനെ പറഞ്ഞോണ്ടല്ലോ. എന്താ അവൾ അച്ഛനെ പറ്റി പറഞ്ഞത്? കണ്ടാ, എനിക്ക് ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട് ഇവിടെ. ഒന്നുമില്ല, തലവേദനയാണ് പറഞ്ഞാണ് ഞാനേ. എടീ, ആ തലവേദനയുടെ കുഴമ്പെടുത്തൊന്ന് പരട്ടി കൊടുക്ക്. അതൊന്നും വേണ്ടെന്ന്, ഇത് മനസ്സിന്റെ അസുഖമാണത്രേ. എന്തോന്ന്? ഒന്നുമില്ലാന്ന്, ഞാൻ എന്റെ ചില കാര്യങ്ങൾ ആലോചിച്ചിട്ട് മനസ്സ് വിഷമിച്ചതാണ്. വേറെ അത്രക്ക് എന്താ, ഒരച്ഛണ്ട്, യാതൊരു കാര്യമില്ല, വെറുതെ ഒരു ഉപകാരം ഇല്ലാത്ത ഒരച്ഛൻ. എടാ, നീ തന്നെ നിന്റെ അച്ഛനെ പറ്റി ഇങ്ങനെ പറയണം. എടാ, നിന്നെ ഇത്രയും മാത്രം സ്നേഹിച്ചിട്ടുള്ള ഒരു അച്ഛൻ വേറെ ഒരുത്തർക്കും കിട്ടി കാണത്തില്ല, അറിയാമോ? മുതുകത്ത് കയറ്റിയിരുത്തി ആന കളിപ്പിക്കും, പാളയിലിരുത്തി വലിപ്പിക്കും, ചക്കര മുട്ടായി, നൂലുമുട്ടായി എല്ലാം കൊണ്ട് തരുമായിരുന്നു. നിനക്കറിയാമോ? ദൈവമേ, ഇത്രയും തങ്കപ്പെട്ട ഒരു സ്വഭാവമുള്ള മനുഷ്യൻ ഈ ലോകത്തുണ്ടായി കാണുമോ? പിന്നെ ഒരു അളിയുണ്ട്, ഒരു കുരുത്തം കെട്ട സാധനം, ഒരു പെങ്ങള്, എല്ലാവർക്കും എൻ്റെ പൈസ മതി. പൈസ ഇങ്ങനെ വലിക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ. ഒറ്റ ആൾക്കും സ്നേഹം എന്ന് പറഞ്ഞ സംഭവമില്ല. എന്താ ചെയ്യാ? പിന്നെ എല്ലാ ഭർത്താക്കന്മാർക്കും ഒരു സമ്മത വീട് കാണും. എനിക്കാണെങ്കിൽ അതുമില്ല. രാഖിരാമാനെ വിളിച്ചിറങ്ങിയോണ്ട് വന്നിട്ടില്ലേ, ഞാൻ അവരെ കുറ്റം പറയാത്തൊന്നുമില്ല. അല്ല, ഞാൻ പറയാ. പിന്നെ ആകണ്ടായിരുന്ന ഒരു കടപ്പാടം, അതും പണയത്തിലായി. കൊടീശ്വരനാകാൻ വേണ്ടിട്ടല്ലേ ആർത്തി മൂത്തോട്ട്. അതെ, ഇതെല്ലാം കൂടെ ആലോചിച്ച് നോക്കിയപ്പോഴേ മനസ്സിന് വല്ലാത്തൊരു വിഷമം. ഇതിനെ മുകളിലെങ്ങാനും കെട്ടി തൂങ്ങി ചത്തലോന്ന് ആലോചിക്കും ചില നേരത്ത്. പിന്നെ എളുപ്പമായല്ലോ, ഒരു കാര്യം അറിയണ്ട. ഉള്ളതെല്ലാം നശിപ്പിച്ചിട്ട് നിനക്ക് അങ്ങ് തൂങ്ങിയാ മതിയല്ല. അല്ല, ഞാൻ എന്റെ മനസ്സിന്റെ വിഷമങ്ങളൊക്കെ നമ്മുടെ ജോസൂട്ടി എടുത്ത് പറഞ്ഞപ്പോഴേ, അല്ല ജോസൂട്ടി പറയണേ. എന്തോന്ന്? ഒരു കാര്യം ഇവിടെ കേൾക്കണ്ടേ? ജോസൂട്ടിയുടെ ഓരോരോ കാര്യം ഒപ്പിച്ചുണ്ടാവും വന്നിട്ടുണ്ട്. ഉണ്ടായതൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയാം. അതേന്ന് അവനോട് ഞാനും പറഞ്ഞു വേണ്ടാന്ന്. പിന്നെ ഓരോ ഗുലുമാലിൽ ചെന്ന് ചാടണ്ടല്ലോ. പിന്നെ അങ്ങനെ പറഞ്ഞു കേട്ടപ്പോ തരക്കില്ലാന്ന് തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മയുടെ അടുത്തും മല്ലികയുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് പറ്റിയൊക്കെ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത എന്തിനാ? അല്ല, പറഞ്ഞത് എന്താ വെച്ചാല്, ഈ വയനാട് ഒരു സിദ്ധൻ ഇത്ര സിദ്ധൻ. അപ്പൊ നമ്മള് നമ്മുടെ വിഷമങ്ങളൊക്കെ മൂപ്പന്റെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി എന്തൊക്കെയോ ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് കുറെ ആളുകൾക്കൊക്കെ എന്തൊക്കെയോ പരിഹാരമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ടടോ, അതൊന്നും കാര്യമില്ല, ഞാൻ എന്തായാലും ഈ മാതിരിയൊക്കെ തന്നെയാണ്, അത് അങ്ങനെ പോയിക്കോട്ടെ എന്നൊക്കെ പറയുകയും ചെയ്തു. അത് കൊള്ളാന്ന് എനിക്കും തോന്നുന്നുണ്ട്. എന്ത്? അല്ല, സിദ്ധന്മാർ അത് പാട്ടൊക്കെ വയനാടാണ്. അയ്യോ, അങ്ങനെ പറയരുത്. സിദ്ധന്മാരാണ്, കാര്യം സാധിച്ചിരിക്കും. എന്താ പോ? എനിക്ക് തോന്നണമ്മ, നമ്മൾ എന്തൊക്കെ വഴികൾ നോക്കി ഒന്ന് രക്ഷപ്പെടാനായിട്ട്. അതെ ഏട്ടാ, നീ ആ സിത്തിനെ ഒന്ന് പോയി കാണ്. ജോസൂട്ടി ഇത്ര ഉറപ്പില് പറയുന്ന സ്ഥിതിക്ക് ഒന്ന് പോയി കാണ്. ഒരു സ്ഥിതിക്ക് ഉറപ്പില്ല, അതൊന്നും പോണ്ടാന്ന്, അത് നടക്കില്ല. കണ്ടോ, നല്ല കാലം വരാൻ പോവാണ്, അതാണ് ഏട്ടൻ ഇങ്ങനെ എതിർക്കണത്. എന്തായാലും സിത്തിനെ പോയി കാണണം. വയനാടാകുമ്പോ ഒത്തിരി ദൂരം ഉണ്ടല്ലേ? ദൂരമുണ്ട്, 2 ദിവസം പിടിക്കുവേ. അല്ല, അതൊന്നും സാരമില്ല. ഇത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചാലേ നമ്മുടെ കാര്യങ്ങൾ സാധിക്കൂ. ശരിയാണ്. നിങ്ങൾ രണ്ടാളും പറയണപ്പോ ഞാൻ വയനാട്ടിലേക്ക് പോണെന്നാണ്. പോണം. മോനെ. എന്നാ പിന്നെ പോവന്നെ. അപ്പൊ ഒരു കാര്യം ചെയ്യും, എന്തെങ്കിലും കഴിക്കെടുത്തേക്ക്, ഭയങ്കര വിശപ്പുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ കഴിക്കാൻ വിളിച്ചപ്പോ വിശപ്പില്ലാന്ന് പറഞ്ഞിട്ട്. ശരിയാണുള്ളത്, നേരത്തെ വിശപ്പുണ്ടായിരുന്നില്ല. പക്ഷെ ഇതിപ്പോ സിദ്ധന്റെ കാര്യം പറഞ്ഞോണ്ടായിരിക്കും പെട്ടെന്ന് വിശപ്പ് വന്നു.